ഇത്തരം ഘട്ടങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരം ഉണ്ടാകേണ്ടതല്ല. അത് കെ എസ് യുവിൻ്റെ ഭാഗത്തുണ്ടാകുന്നേ ഇല്ല, SFI അത് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വീഴ്ചയില്ല, ഇനിയെങ്കിലും അത് ചെയ്യേണ്ടതല്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വ്യക്തമായിട്ടുള്ള റോളുണ്ട് എന്നൊരു ആംഗിൾ ഞങ്ങൾ പറയുന്നു. ഗവർണർ സ്വന്തം ഇച്ഛപ്രകാരം ഇവിടെ രാഷ്ട്രീയമായിട്ട് നിയമസഭയ്ക്കകത്ത് ഒരു സീറ്റ് പോലും ഇല്ലാത്ത BJPയുടെ ആളുകളെ കയറ്റുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവത്തിൽ കാണേണ്ടതല്ലേ? ഈ 18 പേരിൽ 2 പേര് SFI വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി SFI ഉണ്ടെന്നില്ല. ഈ പൊറാട്ട് നാടകങ്ങളുടെ ഫലമായിട്ട് ഇവിടെ തകർക്കപ്പെടുന്നത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു നിലവാരം തന്നെയാണ്. നവകേരള സദസ്സ് സർക്കാരിൻ്റെ ഒരു പരിപാടിയാണ്. അവർ തീരുമാനിച്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാവരും ചേർന്ന് നടന്നൊരു പരിപാടി. എന്തുകൊണ്ടാണ് KSU പ്രതിഷേധിക്കണമെന്ന് വിചാരിച്ചത്? തനി കവല ചട്ടമ്പിയുടെ നിലവാരത്തെക്കാളും താഴെയാണ് കേരള ഗവർണർ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് SFI സഡനായിട്ട് ഒരു സമരത്തിലേക്ക് വന്നത് എന്നതിന്റെ പശ്ചാത്തലത്തെ പറ്റി ആരും സംസാരിക്കുന്നില്ല. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥി സംഘടന നേതാക്കളെ, പ്രവർത്തകരെ ക്രിമിനലുകൾ എന്നൊക്കെ വിളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. ബാനർ അഴിപ്പിക്കാൻ ആക്രോശിച്ചുകൊണ്ട് പോലീസിന്റെ അടുത്ത് വരുമ്പോൾ എന്തിനതിന് പോലീസ് തയ്യാറാകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന് കരുതുക, KSUകാരുടെ സമരം നടക്കുന്നു, പോലീസുകാർ നിങ്ങളെ തല്ലാനൊന്നും വല്ലാതെ നിൽക്കില്ല. ആ ഫയലിൽ ഒപ്പിട്ട ആളുടെ പേരെന്താണ്? പിണറായി വിജയൻ എന്നാണ്. ക്യാമ്പസുകളിൽ ആളുകളെ ഉദ്ബോധിപ്പിച്ചാൽ പോരെ, എന്തിനാണ് നിങ്ങൾ ബസ്സിനുള്ളിലേക്ക് ചാടുന്നത്? ബാഹ്യ ഇടപെടൽ എന്ന് പറയുമ്പോൾ ആരാണ് ഇതിൽ ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. കേരളത്തിലെ ക്യാമ്പസുകൾ ആകെ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ പറയാൻ പറ്റില്ല? അവിടെ ഒരു പോസ്റ്റർ പോലും നിങ്ങളുടെ ഇല്ല, ഒരു ബാനർ പോലും നിങ്ങളുടെ ഇല്ല. നിങ്ങളുടെ ആളുകൾ പുറത്തിറങ്ങിയിട്ട് ഒരു മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറല്ല. SFIയുടെ സമരം മാറ്റി നിർത്തും. നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. KSU സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അലോഷ്യസ് സേവ്യർ ആണ് ഇന്ന് TMJ ലീഡേഴ്സ്. സ്വാഗതം അലോഷ്യസ്. വന്നതിന് ശേഷം, ഈ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം KSUവിന് ഒരു ഊർജ്ജം ഉണ്ടായിട്ടുണ്ട് എന്ന് കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്? എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്? അല്ല, തീർച്ചയായിട്ടും കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ KSUവിൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ക്യാമ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് മാറ്റുക. നമ്മുടെ ഈ പുതിയൊരു കമ്മിറ്റി വന്നതിന് ശേഷം നമ്മളതിന് കൂടുതൽ ക്യാമ്പസിലേക്ക് ഇറങ്ങുക എന്നൊരു നയമാണ് നമ്മൾ തുടക്കം മുതൽ നമ്മൾ സ്വീകരിച്ചു വന്നത്. കാരണം KSU നേതാക്കന്മാർ സംഘടനാ പ്രവർത്തനം നടത്തേണ്ടത് ക്യാമ്പസിലാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ തുടക്കം മുതൽ ക്യാമ്പസ് ജോഡോ എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിനുമായിട്ട് നമ്മൾ കടന്നു വന്നു. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ എന്നതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിനായിട്ട് നമ്മൾ കടന്നു വന്നത്. നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഇത് യൂണിറ്റ് തലങ്ങളിൽ ശക്തിപ്പെടുത്തുക, അവിടുത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി എന്തെല്ലാം പോരായ്മകൾ ഉണ്ടാവുക, എങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ടിയിട്ട് യൂണിറ്റിനെ സജ്ജമാക്കുക, അത്തരത്തിൽ യൂണിറ്റ് തലങ്ങളിലുള്ള അടുക്കും ചിട്ടയുമായിട്ടുള്ള പരിപാടികളിലൂടെ തന്നെയാണ് നമ്മൾ ശക്തമായിട്ടുള്ള രീതിയിലേക്ക് ഒരു തിരിച്ചുവരവിൻ്റെ ഒരു രീതിയിലേക്ക് നമ്മൾ കടന്നു വന്നത്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പോകാം. മറ്റ് KSUമായി ബന്ധപ്പെട്ട പൊതു കാര്യങ്ങളിലേക്ക് നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് മിഠായി തെരുവിലൂടെ പോയിട്ട് വലിയ ഷോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിദ്യാഭ്യാസ മേഖലയാകെ, നമ്മുടെ സർവകലാശാലയാകെ കാവ്യവൽക്കരിക്കുകയാണെന്ന് ആക്ഷേപം ഉയർത്തിയിട്ട് SFI സമരം നടത്തുകയാണല്ലോ. KSUവിന് അക്കാര്യത്തിൽ അഭിപ്രായമൊന്നുമില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഒരു സമരം ഇല്ലാത്തത്? അല്ല, ഈ മുഹമ്മദ് ആരിഫ് ഖാൻ്റെ വിഷയം തുടക്കം മുതൽ അദ്ദേഹം ഗവർണറായി വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളിൽ, അദ്ദേഹം നടത്തുന്ന കാവ്യവൽക്കരണം അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല നിലപാടുകൾ എടുക്കുമ്പോഴെല്ലാം കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടുള്ള പ്രസ്ഥാനമാണ് KSU. ഇതിൻ്റെ ഇപ്പോൾ SFI നടത്തുന്ന ഒരു സമരത്തിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാന് ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ സംഘപരിവാർ വൽക്കരണം നടത്തുമ്പോൾ നമ്മൾ തുടക്കം മുതൽ നമ്മളതിൻ്റെ എതിർത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആരിഫ് ഖാൻ്റെ മാത്രമല്ല, സ്വാഭാവികമായിട്ടും NCERT വിഷയങ്ങൾ ഉണ്ടാകുന്നു. NCERT വിഷയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വലിയ സമരം 10,000 വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വലിയ സമരങ്ങൾ നടത്തി 6 ദിവസം ജയിലിൽ പോയി ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ അത് പ്രോട്ടിക്കലുള്ള ഹിസ്റ്ററി, അതായത് നമ്മുടെ ചരിത്രത്തെ മറക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക എന്നർത്ഥം വരുന്ന ഒരു തരത്തിലുള്ള ഒരു പരിപാടികളുടെ ഒരു സീരീസ്. അങ്ങനെ സംഘപരിവാർ വൽക്കരണം ഏതെല്ലാം ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി തന്നെയാണ് നമ്മൾ മുന്നോട്ട് കടന്നത്. ഇപ്പോൾ നിലവിലത്തെ ഗവർണറുടെ ഇഷ്യൂവുമായി ബന്ധപ്പെടുമ്പോൾ ഞങ്ങളുടെ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് സർക്കാരും ഗവർണറും കൃത്യമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയ ആരോപണം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് സമീപകാലത്തെ ഏത് വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും സർക്കാർ ഏതെല്ലാം ഘട്ടങ്ങളിൽ ഒരു പ്രതിരോധത്തിലാകുന്നു അല്ലെങ്കിൽ പ്രതിസന്ധിയിലാകുന്നു അവിടെ രക്ഷകനായി അവതരിക്കുന്ന ഒരാളാണ് ഗവർണർ. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേരുടെയും ഇടപെടലുകളിൽ ഞങ്ങൾക്ക് വലിയ സംശയമുണ്ട്. അവർ രണ്ടുപേരും തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്നിരുന്നാൽ തന്നെ
വിദ്യാഭ്യാസത്തിനെയും നമ്മൾ ഇതിനെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അത് കാവ്യവൽക്കരണം അത് ഒരു രീതിയിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ പറയുമ്പോഴും പറഞ്ഞു ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു തരത്തിലേക്ക് പോകരുത്. ഞങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ക്യാമ്പസുകളിൽ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പ്രൊട്ടസ്റ്റ് സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് ഇതിനെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ ഈ ആഴ്ച വിദ്യാർത്ഥി സദസ്സുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഈ വിഷയങ്ങളെ താഴെ തട്ടിൽ യൂണിറ്റ് തലങ്ങളിൽ അത് കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് അതിലേക്കൊരു ഇടപെടലുകൾ ഞങ്ങൾ നടത്തി പോകുന്നുണ്ട്. പക്ഷേ SFI സ്വാഭാവികമായിട്ടും ഗവർണറുടെ വാഹനത്തിന് മുൻപിലേക്ക് എടുത്തു ചാടുന്നു, കരിങ്കൊടി കാണിക്കുന്നു, അത് വലിയ വാർത്താ പ്രാധാന്യത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വൺ സൈഡഡ് ആയിട്ട് SFI മാത്രമേ അതിൽ ഇടപെടലുകൾ നടത്തുന്നുള്ളൂ എന്ന് പറയുന്ന വ്യാഖ്യാനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ഇതിലിപ്പോൾ നമ്മൾ പൊതുവായിട്ട് നിങ്ങൾക്ക് ഗവർണറോട് വിമർശനമുണ്ടെങ്കിലും ഇപ്പോഴത്തെ വിഷയമുണ്ടല്ലോ ഈ സെനറ്റിലേക്ക് ആളുകളെ തിരികെ കയറ്റുന്നത്, അതിനെക്കുറിച്ചൊന്നും KSU ഒന്നും പറഞ്ഞതായി കേട്ടിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞങ്ങളതിൽ പറഞ്ഞു വ്യക്തമായിട്ട് ഇത് സെനറ്റിലേക്ക് ഗവർണർ ABVPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളെ നോമിനേറ്റ് ചെയ്യുന്നതിനോട് ഞങ്ങൾ തീർത്തും എതിർപ്പായിട്ടുള്ളൊരു നിലപാട് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഗവർണറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത അല്ലെങ്കിൽ മെറിറ്റോറിയസ് ആയിട്ടല്ലാത്ത ആളുകളെ രാഷ്ട്രീയപരമായിട്ടുള്ള ലേബലിൽ മാത്രം അവരെ തിരികെ കയറ്റി വയ്ക്കുക അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് നമ്മൾ പറഞ്ഞു വയ്ക്കുമ്പോഴും ഈ സംഘപരിവാറിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടത്. ഇപ്പോൾ 18 ആളുകളെയാണ് സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത്. അതിൽ 4 ആളുകൾ സംഘപരിവാർ അനുകൂല ആളുകൾ എന്ന് പറയുന്നു, അതിൽ 2 ABVPക്കാരുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിനു മുൻപ് CPM പറയുന്നു എന്ന് വെച്ചാൽ അത് അലോഷ്യസും KSUവും അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കിയത്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ 18 പേരിൽ 2 പേര് SFI വിദ്യാർത്ഥികളും ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി SFI ഉണ്ടെന്നില്ല. ഈ ഗവർണർ നോമിനേറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന 18 പേരിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ 2 പേര് SFIക്കാരുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിൽ 2 പേര് SFIക്കാരുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ആരുമില്ല എന്നാണ്. അവർ സർവകലാശാല കൊടുത്ത ലിസ്റ്റ് മുഴുവനായിട്ട് വെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേരുകൾ എഴുതി ചേർക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലില്ല കോൺഗ്രസ് അനുകൂല ആളുകളും പിന്നെ ബാക്കി കൂടുതൽ പേരും ABVP ഇല്ല, അങ്ങനെയല്ല. ഇതില് SFI ഒന്ന് പട്ടാമ്പി കോളേജിലെ ഒരു വിദ്യാർത്ഥിയും പിന്നെ ഗുരുവായൂരപ്പൻ കോളേജിലെയാണ് 2 വിദ്യാർത്ഥികൾ ഇതിൽ വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ. പക്ഷേ SFI അതിൽ ഇതൊരു നിലപാട് പറഞ്ഞിട്ടില്ല. SFI നിലപാട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവരെ തള്ളി പറയുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവർ രാജിവെക്കേണ്ടുന്ന ഒരു നിലപാട് SFI സ്വീകരിച്ചിട്ടില്ല. അത് ഇന്നത്തെ പത്രസമ്മേളനങ്ങളിലും ഇന്നത്തെ വാർത്തകളിലെല്ലാം അത് കൃത്യമായ രീതിയിലേക്ക് വന്നതാണ്. മറിച്ച് ഇതിൽ അതിനകത്ത് അലോഷ്യസ് ഇപ്പം SFI അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല ആളുകൾ സെനറ്റിലോ സിൻഡിക്കേറ്റിലോ ഒക്കെ വരുന്നതിനെ എതിർക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലല്ലേ, അല്ലെങ്കിൽ അവരെ പിൻവലിക്കുക എന്നതിനേക്കാൾ പ്രധാനമല്ലേ അതിനകത്തേക്ക് കൂടുതൽ പേരെ BJP അനുകൂല ആളുകളെ തള്ളിക്കയറ്റുന്ന അതിനുള്ള അവകാശം അദ്ദേഹത്തിന് ഇല്ലാതിരിക്കെ അങ്ങനെ ചെയ്യുന്നത്? അത് നിങ്ങൾ ആ നിലക്ക് ഗൗരവത്തോടെ കണ്ടില്ല എന്നൊരു തോന്നലാണ് എനിക്കുള്ളത്. അല്ല, ഞാനത് സൂചിപ്പിച്ചല്ലോ. ഇതിൽ യാതൊരു രീതിയിലും സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകളെ ഇതിലേക്ക് തിരികെ കയറ്റാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാടുകൾ. പക്ഷെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നതല്ല, ഈ സ്വാഭാവികമായിട്ട് ഈ നോമിനേഷൻ സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ CPM തയ്യാറാക്കിയ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ 18 ആളുകളുടെ പട്ടിക എന്ന് പറയുന്നത് തീവ്ര ഇടതുപക്ഷ ആളുകളാണ്. അതിൽ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള വരുന്നുണ്ട്. അപ്പോൾ 2 പേരും ചെയ്യുന്നത്, അത് ഗവർണർ ആയിക്കൊള്ളട്ടെ സർക്കാരിന് വേണ്ടിയിട്ട് ഇടതുപക്ഷ അനുകൂലികൾ ചെയ്യുന്നത്, 2 പേരും എന്ത് ചെയ്യുന്നു, ഒരു വശത്ത് സംഘപരിവാർ വൽക്കരണത്തിന്റെ ശ്രമം നടക്കുമ്പോൾ മറുവശത്ത് തീവ്രമായിട്ടുള്ള മാർക്സിസ്റ്റ് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പറയുന്നതിൽ എനിക്കുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവിടുത്തെ CPM CPI ആണെങ്കിലും അവരവരുടെ ഭരണകാലത്ത് അവരവരോട് ചേർന്ന് നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും നോമിനേറ്റ് ചെയ്യും. അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ. പക്ഷേ ഗവർണർ സർവകലാശാല കൊടുത്ത ലിസ്റ്റ് വെട്ടിക്കളഞ്ഞിട്ട് ഗവർണർ സ്വന്തം ഇച്ഛപ്രകാരം ഇവിടെ രാഷ്ട്രീയമായിട്ട് നിയമസഭയ്ക്കകത്ത് ഒരു സീറ്റ് പോലും ഇല്ലാത്ത BJPയുടെ ആളുകളെ കയറ്റുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവത്തിൽ കാണുന്നത്. അല്ലാതെ വലിയ എത്രയോ നേതാക്കൾ സെനറ്റും സിൻഡിക്കേറ്റും അംഗങ്ങളായിട്ടുണ്ട്, എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അല്ലാതെ വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. ഒരു ABVPക്കാരനെ അല്ലെങ്കിൽ ഒരു BJPക്കാരനെ തിരികെ വയ്ക്കാൻ പാടില്ല. അത് ഞങ്ങൾ അതിനെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളത് രേഖപ്പെടുത്തുമ്പോഴും ഞങ്ങൾ അതിലേക്ക് ചേർത്ത് വയ്ക്കുന്ന അല്ലെങ്കിൽ ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള അമിതമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അവരുടെ മെറിറ്റ് നോക്കാതെ അല്ലെങ്കിൽ അവരുടെ കേവലം രാഷ്ട്രീയപരമായിട്ടൊരു ലേബൽ കൊണ്ട് മാത്രം ചെയ്യുന്നത് ശരിയല്ല എന്നൊരു നിലപാടാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ അലോഷ്യസ് ഒന്നുകൂടി ക്ലാരിറ്റി കൊടുത്തു. അതായത് അലോഷ്യസ് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ചായ്വുള്ള ആളുകളെ തിരികെ കയറുന്നതിന് തെറ്റാണ് എന്നാണ്.
അല്ലാതെ ഇപ്പോൾ ഗവർണർ ഈ ചെയ്തിരിക്കുന്നതിന് പ്രത്യേകമായ കുറെ കൂടെ ഗൗരവമുള്ള ഒരു സംഗതിയായിട്ട് അലോഷ്യസോ KSU കാണുന്നില്ല എന്നാണ്. അല്ല, അതീവ ഗൗരവത്തോടു കൂടി, അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്, അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്. കാരണം ഒരിക്കലും നമ്മൾ ഇപ്പം BJP സർക്കാർ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള കാവ്യവൽക്കരണത്തിനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നു. പല യൂണിവേഴ്സിറ്റി തലങ്ങളിലും അവരുടെ അനുകൂലമായിട്ടുള്ള അധ്യാപകരെ തിരികെ കയറ്റി വയ്ക്കുന്നു, അവരുടെ അനുകൂലമായിട്ടുള്ള സംഘടനയിൽപ്പെട്ട ആളുകളെ തിരികെ കയറ്റി വയ്ക്കുന്നു. അത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതമാണ് ഉണ്ടാക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ. അതെ, അവിടെയാണ് എൻ്റെ സംശയം. അലോഷ്യസ് പറയുന്ന ആ നിലപാടിനോട് യോജിപ്പുള്ള ആളാണ് ഞാൻ. അവിടെയാണ് എൻ്റെ സംശയം. അതായത് ഗവർണർ ഇത് ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പുറത്ത് നോക്കുന്ന നമ്മൾ കാണുന്നത് SFI അതിശക്തമായുള്ള സമരം നടത്തുന്നതാണ്. KSU പക്ഷേ അങ്ങനെ ഒരു സമരമേ നടത്തുന്നില്ല. KSU നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് അലോഷ്യസ് പറയുമ്പോൾ ഇപ്പം ഞാൻ ഓക്കെ അങ്ങനെ നിലപാടുണ്ട് നിങ്ങൾക്ക് എന്ന് പറയുന്നു. അത് വളരെ വിശാലമായിട്ട് സർവകലാശാല സെനറ്റിനകത്തൊക്കെ രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകളെ കുത്തിക്കയറ്റുന്നതിനെതിരെയുള്ള ഒരു വിശാല നിലപാട് കൂടെയാണ്, അതിനോട് ചേർന്നിട്ടാണ്. പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരം ഉണ്ടാകേണ്ടതല്ലേ? അത് KSUവിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നേ ഇല്ല, SFI അത് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വീഴ്ചയില്ല, ഇനിയെങ്കിലും അത് ചെയ്യേണ്ടതല്ലേ? അല്ല, ഞാനതിൽ സൂചിപ്പിച്ചു വെച്ചുള്ളൂ. ഞങ്ങൾ ഈ സമരവുമായിട്ട് SFI കടന്നു വരുമ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം ഞങ്ങൾ പറഞ്ഞു. ഏത് സാഹചര്യത്തിലാണ് SFI സമരവുമായിട്ട് കടന്നു വരുന്നത്? ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് സമരമാണ് എന്ന ഒരു നിലപാട് ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങൾ സ്വീകരിച്ചു. കാരണം ഈ ഗവർണർക്ക് അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ, ഇത് ആളുകളെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അദ്ദേഹം പിൻവാതിലിലൂടെ ഈ സംഘപരിവാർ അജണ്ടകളെ അടിച്ച് ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കും, ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ സർക്കാരും ഗവർണറുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒളിച്ചുകളി നടക്കുന്നുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. അധികം ദിവസമായിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിലാണല്ലോ അത് കൂടുതലായിട്ട് ആവശ്യം വരിക. അല്ല, തീർച്ചയായിട്ടും അഡ്ജസ്റ്റ്മെന്റ് സമരമാണെങ്കിൽ KSU അതിശക്തമായിട്ട് തെരുവിലിറങ്ങേണ്ട സമയമല്ലേ ഇത്? അല്ല, താങ്കൾ അങ്ങനെ അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല ഇതിനെ? ഈ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആളുകളുടെ സമരം തെരുവുകളിലും ക്യാമ്പസുകളിലും കാണാത്തത്? അല്ല, ഞാൻ പറഞ്ഞു വെച്ചല്ലോ, നിങ്ങൾ ഇപ്പോൾ ഇപ്പം മാധ്യമങ്ങളിലേക്ക് ശ്രദ്ധയിൽ വരുന്നത് എന്ന് പറയുന്നത് SFI ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിച്ചത് കൊണ്ടാണ് ആ സാധനം വലിയ ഗൗരവത്തോടുകൂടി വലിയ വാർത്തയുമായിട്ട്. കോഴിക്കോട് സർവകലാശാലയിലെ ഗവർണർ വന്നു, KSU എവിടെ എന്തെങ്കിലും ഒരു മുദ്രാവാക്യം വിളിച്ചോ? അല്ല, ഞാൻ മുദ്രാവാക്യം വിളിച്ചു എന്ന് വിളിച്ചതിന്റെ ഒരു സാഹചര്യം അല്ല ഞാൻ പറഞ്ഞു. വിളിച്ചിട്ടില്ല. പക്ഷെ അതിൽ ഞാൻ പറയുന്നല്ലോ, അത് SFI കാണിക്കുന്ന അത് മാത്രമാണ് സമരരീതി എന്ന് മാറ്റി നിർത്താം. നമുക്ക് ആ സമരം മാറ്റി നിർത്താം. KSU ഒരുപാട് ചരിത്ര പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന കൂടെ ആയിട്ടുള്ള, എന്നാൽ സ്വന്തം നിലക്ക് രാഷ്ട്രീയ നിലപാടൊക്കെ എടുത്തു പോയിട്ടുള്ള വലിയ സമരങ്ങൾ നടത്തിയിട്ടുള്ള KSU ഗവർണർ ഇവിടെ വന്നിട്ട് മുൻകാലത്തൊന്നും സമാനതകളില്ലാത്ത വിധമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സർവകലാശാല നൽകിയിട്ടുള്ള ലിസ്റ്റിൽ നിന്നും പൂർണ്ണമായിട്ടും വെട്ടിയിട്ട് BJPക്കാരെയും ABPക്കാരെയും ഈ സെനറ്റിനകത്തേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ നിങ്ങൾ ഒരു മുദ്രാവാക്യം കൊണ്ടുപോലും ചെറുത്തില്ല, തെരുവിലിറങ്ങിയില്ല എന്ന് വെച്ചാൽ അപകടകരമല്ലേ അത്? അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ സമരം ചെയ്യുന്നത് SFI ചെയ്ത സമരം, SFI ഒരു കരിങ്കൊടി കാണിക്കുന്നു അല്ലെങ്കിൽ ഗവർണർക്കെതിരെ വലിയ മുദ്രാവാക്യം ഉയർത്തി എന്ന് പറയുമ്പോൾ അത് മാത്രമാണ്. ഞാൻ പറഞ്ഞോളൂ, നമ്മുടെ സമരം നമ്മൾ ചെയ്തിരുന്നു. SFIക്കാർ ചെയ്തതല്ലാത്ത സമരം നിങ്ങൾ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞല്ലോ, ക്യാമ്പസ് തലങ്ങളിൽ നമ്മൾ ഇതിന്റെ ആത്യന്തികമായിട്ട് ഇതിന്റെ പ്രശ്നം എന്ന ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ആത്യന്തികമായിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് പ്രൊട്ടസ്റ്റ് സ്ക്വയർ എന്ന രീതിയിൽ നമ്മൾ വിപുലമായിട്ടുള്ള രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. അല്ല അലോഷ്യസ്, അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സർവകലാശാലയുടെ സെനറ്റിലേക്ക് തെറ്റായ രാഷ്ട്രീയമുള്ള ആളുകളെ തിരികെ കയറ്റാൻ ഗവർണർ നടത്തിയ പരിപാടിയാണല്ലോ നമ്മുടെ പ്രതിഷേധത്തിന് അർഹമായിട്ടുള്ളത്. അതെ, അത് നടത്തിയ ആൾ ഈ സർവകലാശാലയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു പോസ്റ്റർ പോലും നിങ്ങളുടെ ഇല്ല, ഒരു ബാനർ പോലും നിങ്ങളുടെ ഇല്ല. നിങ്ങളുടെ ആളുകൾ പുറത്തിറങ്ങിയിട്ട് ഒരു മുദ്രാവാക്യം വിളിക്കാൻ തയ്യാറല്ല. എന്നിട്ട് നിങ്ങൾ പറയാണ് ഞങ്ങളിത് SFIയുടെ സമരം മാറ്റി നിർത്തും. നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. അല്ല, ഞാൻ അതിൽ സൂചിപ്പിച്ചല്ലോ, ഒരു സമരം എന്ന് പറയുമ്പോൾ അത് കരിങ്കൊടി കാണിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തെരുവിൽ സ്റ്റണ്ട് ഉണ്ടാക്കുന്നത് മാത്രമാണ് സമരമെന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ സമരം ആരംഭിച്ചു കഴിഞ്ഞു വെച്ചാൽ ക്യാമ്പസുകളിൽ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. ഈ ആഴ്ച നമ്മൾ ക്യാമ്പസ് സ്ഥലങ്ങളിൽ പരിപാടികൾ പോവുകയാണ്. വരുന്ന ഈ ആഴ്ചയോട് കൂടിയിട്ട് നമ്മൾ ജില്ലാ കേന്ദ്രങ്ങളിൽ, അതായത് യൂണിവേഴ്സിറ്റി സെൻറ്ററുകളിൽ നമ്മൾ ഇതിൻ്റെ പ്രതിഷേധ പരിപാടികളുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ വരുമ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഇത് ഗവർണർ മാത്രമല്ല ഈ സംഘപരിവാർ വൽക്കരണത്തിലേക്ക് ഗവർണറെ നയിച്ചത് എന്ന് പറഞ്ഞതിൽ കൃത്യമായി പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വ്യക്തമായിട്ടുള്ള റോൾ ഉണ്ട് എന്നൊരു ആംഗിൾ ഞങ്ങൾ പറയുന്നു. ഗവർണർ നയിച്ചത് പിണറായി സർക്കാരാണെന്ന്. അല്ല, അത് വായിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ തുടക്കം മുതൽ ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞു, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു സംഘപരിവാർ അനുകൂല ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വിവിധങ്ങളായിട്ടുള്ള ഇടപെടലുകൾ നടത്തും. ഈ ഏറ്റവും അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് സംഘപരിവാർ, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ആൾ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വയ്ക്കും. ആ ഫയലിൽ ഒപ്പിട്ട ആളുടെ പേരെന്താണ്?
പിണറായി വിജയൻ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തരത്തിൽ ഇവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൽ നടക്കുന്നുണ്ട്. ഞാനത് അലോഷ്യസ് പറയുന്നത് നേരത്തെ കേട്ടു. ഞാൻ ചോദിക്കുന്നത്, ഒരു കേന്ദ്രത്താൽ ഭരണഘടനാ ദത്തമായിട്ടുള്ള അധികാര പദവിയിലിരിക്കുന്ന ഗവർണർ ചില കാര്യങ്ങൾ ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിന് അവകാശം വിനിയോഗിക്കുമ്പോൾ എങ്ങനെയാണ് കേരള സർക്കാരിന് ഇടപെടാൻ പറ്റുക എന്ന അലോഷ്യസ് അതൊന്ന് വിശദീകരിച്ച്. അല്ല, ഞാനതിൽ പറഞ്ഞല്ലോ, ഇതിൽ ഒരു തീർത്തും സംഘപരിവാർ ഉൾപ്പെടാതിരിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്? അല്ല, സ്വാഭാവികമായിട്ടും അതൊരു അടുത്ത തലങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അതിലൊരു വലിയ ഒരു പ്രചരണത്തിലേക്ക് എത്തിച്ച് അത് അത്തരത്തിൽ പാടില്ല എന്ന തരത്തിലേക്ക് ഒരു നിലപാടുകൾ സർക്കാർ ഇതിൽ സ്വീകരിച്ചില്ല. മൗനമായി തന്നെ അതിലെന്ത് ചെയ്യുക, സർക്കാർ നിലപാടെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഗവർണർ അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ എനിക്ക് വേണ്ട ആൾ ഇന്ന ആളുകളാണെന്ന് പറയുമ്പോൾ അതിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം അദ്ദേഹത്തിന്റെ പൊസിഷനിൽ ഉണ്ടായിരിക്കെ സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുക? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതേപോലെ തന്നെ അങ്ങനെയല്ല, ഞാൻ അതിലേക്ക് വരട്ടെ. അത് നമ്മൾ പറഞ്ഞു വെക്കുമ്പോഴും ഗവർണർക്ക് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ആ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുടെ മറവിലാണ് ഗവർണർ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. ഞാൻ പറയുന്നത് അതിന്റെ തുടക്കം മുതൽ ഇത് എതിർക്കപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ എതിർത്ത് നിരന്തരമായിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ പറയട്ടെ, ഈ ഗവർണർക്കെതിരെ ഈ ഗവർണറെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം ആദ്യം കൊണ്ടുവന്നതാരാണ്? പ്രമേയം കൊണ്ടുവരാനുള്ള ശ്രമം നമ്മൾ നടത്തിയപ്പോൾ, പ്രതിപക്ഷം നടത്തിയപ്പോൾ അതിനെ ശക്തമായിട്ട് എതിർത്ത ആളാരാണ്? ഈ സർക്കാർ തന്നെയാണ്. ഗവർണർക്ക് വേണ്ട എല്ലാ കവചവും ഒരുക്കി, ഗവർണർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും ഒരുക്കിയത് ഈ സർക്കാരാണ്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഇത് എന്ത് ചെയ്യുക, ഈ ഗവർണറെ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രമേയങ്ങൾ നമ്മൾക്ക് പാസ്സാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിതിൻ്റെ ഒരു ക്രോണോളജി പരിശോധിക്കുകയാണെങ്കിൽ തുടക്കം മുതൽ ഗവർണർക്ക് ഇത്തരത്തിലുള്ള വഴിവിട്ട ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് പ്രേരകമായിട്ട് അല്ലെങ്കിൽ അതിനൊരു ബാക്ക് സപ്പോർട്ട് നൽകിയതിൽ സർക്കാരിന് വലിയ പങ്കുണ്ട്. ശരി, ആക്ഷേപം അവിടെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവർണർക്കെതിരെ അതിശക്തമായിട്ടുള്ള സമരമായിട്ട് ഏറ്റവും മുന്നിൽ കാണേണ്ടുന്ന ആളുകൾ KSU ആയിരുന്നു. കാരണം ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഞങ്ങളാണ് ഗവർണർക്കെതിരെ ഈ സെനറ്റിലേക്കൊക്കെ ആളുകളെ തിരികെ കയറുന്നതിനെതിരെ വലിയ തോതിലുള്ള സമരം കൊണ്ടുവരേണ്ടതെന്ന് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകണമായിരുന്നു. പക്ഷെ തെരുവിൽ കാണാനില്ല. ക്യാമ്പസിലും അല്ല, അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ പറയുന്ന ഒരു വ്യാഖ്യാനത്തിൽ അർത്ഥം ഞാൻ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് മാത്രം കോട്ട് ചെയ്തുകൊണ്ട് SFI വലിയ സംഘപരിവാർ വിരുദ്ധരാണ്, KSU അല്ലെങ്കിൽ മറ്റ് ഇതര വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുന്നില്ല, SFI കരിങ്കൊടി കാണിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ കരിങ്കൊടി കാണിച്ചില്ല, SFI ഗവർണറെ തെരുവിൽ തടഞ്ഞു, എന്തുകൊണ്ട് KSU തടഞ്ഞില്ല? ഞാൻ ചോദിക്കട്ടെ, ഈ ഗവർണറെ KSUവും തെരുവിൽ തടഞ്ഞിട്ടുണ്ട്. ഈ CANRC വിഷയമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരന്തരം ഗവർണറെ തടഞ്ഞിട്ടുണ്ട് നമ്മൾ. ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അലോഷ്യസ് ഒരു കാര്യം സമ്മതിച്ചല്ലോ, അല്ല സമ്മതിച്ചില്ലെങ്കിൽ അതാണ് വസ്തുത. ഈ കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിൽ അദ്ദേഹം വന്നപ്പോൾ ഗസ്റ്റ് ഹൗസിൽ വന്ന് അവിടെ താമസിച്ച് ഈ പറയുന്ന ഷോ എല്ലാം നടത്തിയപ്പോൾ ഒരു കരിങ്കൊടിയല്ല, ഒരു പോസ്റ്റർ ഗവർണർ ചെയ്യുന്നത് ശരിയല്ല എന്ന് KSU വെച്ചില്ല. അല്ല, ഞാനതിലൊരു കാര്യം പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് അതൊരു വീഴ്ചയാണോ? അല്ല, ഞാനതിൽ ഒരു കാര്യം സൂചിപ്പിച്ചു. അത് SFI പ്ലാൻ ചെയ്യുന്ന, അല്ല ഞാൻ സൂചിപ്പിച്ചല്ലോ, SFI പ്ലാൻ ചെയ്യുന്ന, സർക്കാർ പ്ലാൻ ചെയ്യുന്ന, ഇവരുടെ ഗവർണർ ഉൾപ്പെടെയുള്ള ഒരു നെക്സസിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വലിയൊരു ലിങ്ക് ഉണ്ട്. ഇതിൽ നമുക്ക് ആരെന്തൊക്കെ എതിർത്ത് പറഞ്ഞാലും അവിടെ ഒരു പോസ്റ്റർ വെക്കാമായിരുന്നല്ലോ നിങ്ങൾക്ക്, അതെന്തുകൊണ്ട് ചെയ്തില്ല? അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ പോസ്റ്റർ ആ ക്യാമ്പസിൽ വെച്ചത് കൊണ്ട് മാത്രം പ്രതിഷേധമായി എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഗവർണർക്ക് എതിരായിട്ടുള്ള പോസ്റ്ററുകൾ നമ്മൾ ക്യാമ്പസുകളിൽ പതിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഈ ഗവർണർ ഗവർണർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആവിഷ്കരിക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ വരുന്നുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ ഇൻസിഡന്റിൽ എന്തുകൊണ്ടാണ് SFI സഡനായിട്ട് ഒരു സമരത്തിലേക്ക് വന്നത് എന്നതിൻ്റെ പശ്ചാത്തലത്തെ പറ്റി ആരും സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒന്നില്ലെങ്കിൽ ഒരു PR എക്സർസൈസ് അല്ലെങ്കിൽ ഒരു മാധ്യമ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. കാരണം ഞാൻ സൂചിപ്പിച്ചു വെക്കട്ടെ, ഒരാഴ്ചയായിട്ടില്ല കണ്ണൂർ വൈസ് ചാൻസലർ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായി എന്ന തരത്തിലേക്ക് സുപ്രീം കോടതിയുടെ ഒരു വിമർശനം വരുന്നു. അതിൽ ബാഹ്യ ഇടപെടൽ എന്ന് പറയുമ്പോൾ ആരാണ്? ഇതിൽ ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു ആണ്. അപ്പം അവർക്ക് നേരെ ആരോപണ ചരങ്ങൾ ഉണ്ടാകുമ്പോൾ പൊടുന്നനെ ഈ സെനറ്റിൻ്റെ വിവാദങ്ങൾ കടന്നു വരുന്നു. അതിന് SFI സഡനായിട്ട് ഒരു സമരത്തിലേക്ക് കടന്നു വരുന്നു. പിന്നെ SFI മാത്രം ഇതിനെ എതിർക്കുന്നു എന്നൊരു തലത്തിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും എല്ലാം പരിശോധിക്കുമ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ 6-7 വർഷക്കാലമായി നമ്മൾ കാണുന്ന ഒരു സംഭവം. താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ, ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഇന്നും ഒക്കെ ആയിട്ട് സർവകലാശാലയിലും ടെലിവിഷനിലൊക്കെ നമ്മൾ കണ്ട സംഭവങ്ങൾ വെച്ചിട്ട് SFIയും ഗവർണറും തമ്മിൽ വളരെ സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഒരു ഫ്രണ്ട്ലി മാച്ച് നടത്തുകയാണെന്ന് നമുക്ക് തോന്നുകയില്ല. അതിശക്തമായിട്ടുള്ള സമരമാണ്, അദ്ദേഹത്തിന് ഇങ്ങോട്ട് വലിയ ദേഷ്യവുമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാനതിൽ വേറെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിൽ നമ്മൾ ബാഹ്യമായി നമ്മൾ കാണുമ്പോൾ അവർ തമ്മിൽ വലിയ യുദ്ധത്തിലാണ് കാര്യം. ഇത് തന്നെയല്ലേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാർ പ്രതിരോധത്തിൽ വരുമ്പോൾ ഗവർണർ വേഴ്സസ് സർക്കാർ ഏറ്റുമുട്ടലുകൾ, എത്രയോ
ഇൻസിഡന്റുകൾ നമ്മുടെ ഞാൻ മുൻപിലുണ്ട്. അപ്പൊ നമ്മളൊരു പ്രീ ഇൻസിഡന്റിന്റെ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അലോഷ്യസ് പറയുന്നത് ഒരു പോസ്റ്റർ പോലും വെക്കാത്ത KSU ഗവർണറോട് വലിയ സമരത്തിലാണെന്നും റോഡിൽ ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കുകയും അദ്ദേഹത്തോട് അതിശക്തമായിട്ട് രൂക്ഷമായിട്ടും ഇത്രക്കൊക്കെ വേണമെന്ന് തോന്നുന്ന വിധത്തിൽ പെരുമാറുന്ന SFIക്കാർ അവരോട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുകയാണെന്നാണ് താങ്കൾ പറയുന്നത്. അല്ല, ഞാനതിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ KSU പോസ്റ്റർ വെച്ചില്ല എന്ന് നിങ്ങളുടെ വ്യാഖ്യാനം അല്ലെങ്കിൽ അല്ല നിങ്ങളുടെ ആ വാചകം അത് തിരുത്തപ്പെടേണ്ടതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് ക്യാമ്പസുകളിൽ പ്രതിഷേധം, അതായത് ഗവർണർ വന്ന ദിവസം SFI സമരം നടത്തിയ ആ പോയിന്റിൽ KSU ബാനർ വെച്ചില്ല. നിങ്ങൾക്ക് ഗവർണറുടെ സംഘീവൽക്കരണത്തോട് അനുകൂല നിലപാടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത്ര വലിയ സംഭവങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ ഗവർണർമാർ പ്രതിപക്ഷ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJPയുടെ നിലപാട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് എല്ലാ അതിരും ലംഘിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ KSU പോലൊരു വിദ്യാർത്ഥി സംഘടന ഒരല്പം ആക്റ്റീവായിരിക്കുന്ന ഈ കാലത്തൊന്നും ചെയ്തില്ല എന്നതിന് എൻ്റെ നിരീക്ഷണം ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അതവിടെ മാറ്റിവെച്ചാൽ ഈ ഗവർണർ ക്രിമിനലുകൾ, ബ്ലഡി ക്രിമിനലുകൾ എന്നൊക്കെ വിളിച്ചു എന്നാണ് മാധ്യമങ്ങളിൽ കണ്ടത്. ക്രിമിനലുകൾ എന്തായാലും വിളിച്ചു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥി സംഘടന നേതാക്കളെ, പ്രവർത്തകരെ ക്രിമിനലുകൾ എന്നൊക്കെ വിളിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല, ഒരിക്കലുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഇത്രയും പറഞ്ഞു വയ്ക്കുമ്പോഴും ഗവർണറിന്റെ വക്കാലത്ത് എടുക്കേണ്ടെന്ന് യാതൊരു ആവശ്യം KSUവിനില്ല. ഗവർണർ ശരിക്കും പറഞ്ഞാൽ കവല ചട്ടമ്പിയേക്കാൾ നിലവാരം കുറഞ്ഞ രീതിയിലേക്കാണ് ഗവർണറുടെ ഓരോ വാക്യങ്ങൾ. അന്ന് സമരത്തിന് നേരെ ആക്രോശിച്ച് വന്നതായിക്കൊള്ളട്ടെ, കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ ബാനർ അഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിക്കൊള്ളട്ടെ. അപ്പോൾ ഗവർണർ തൻ്റെ നിലവാരം ഇട്ടുകൊണ്ട് താഴോട്ട് വരുന്നുണ്ട്. അത് ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ മാധ്യമങ്ങൾ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോഴും നമ്മൾ പറയുന്നുണ്ട്, ഗവർണറെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഗവർണറിൻ്റെ സംരക്ഷിക്കേണ്ട യാതൊരു നിലപാടും KSUവിന് എടുത്ത് മുന്നോട്ട് പോകേണ്ടതില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, തനി കവല ചട്ടമ്പിയുടെ നിലവാരത്തെക്കാളും താഴെയാണ് കേരള ഗവർണർ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ബാനർ അഴിപ്പിക്കുന്നു. ബാനർ അഴിപ്പിക്കാൻ ആക്രോശിച്ചുകൊണ്ട് പോലീസിൻ്റെ അടുത്ത് വരുമ്പോൾ എന്തിനതിന് പോലീസ് തയ്യാറാകുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അതായത് അപ്പം അവിടെയാണ് ഞാൻ പറയുന്നത്, ഇത് തുടക്കം മുതൽ ഇതിൽ സം കൈൻഡ് ഓഫ് തിരിച്ചു കെട്ടിച്ചു. പിന്നെ വീണ്ടും SFI കെട്ടിക്കുന്നു. PM മാർഷോ അവരുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ വന്ന് വളരെ ശക്തമായിട്ട് എതിർക്കുന്നതായിട്ട്, പോലീസിനെതിരെ എതിർത്ത് നിൽക്കുന്നൊക്കെ നമ്മൾ ചാനലുകളിൽ കാണുന്നത്. അവിടെ ആർഷോക്ക് ആ സമയത്ത് അങ്ങനെ ആക്റ്റീവായിട്ട് ഇടപെടേണ്ടല്ലേ എന്നെ ചോദിച്ചു. അല്ല, അവിടെയാണ് ഞാൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു സാധനം. അവിടെ തന്നെ നമ്മൾ നോക്കുക, ആ സമരങ്ങളെ പോലീസ് ഉൾപ്പെടെ കൈകാര്യം ചെയ്ത രീതി കൂടി. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞത് ഇതൊരു നാടകമാണ്, അല്ലെങ്കിൽ ഇതിലൊരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു എലമെന്റ്. അത് അലോഷ്യസ് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ട് താങ്കൾ റിപ്പീറ്റ് ചെയ്യാം. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ PM മാർഷോ പിന്നെ അവരുടെ മറ്റ് നേതാക്കൾ SFI ആകെ തന്നെയും തെരുവിലിറങ്ങിയിട്ടും ക്യാമ്പസിൽ ഇറങ്ങിയിട്ടും വലിയ സമരം നടത്തുമ്പോൾ അലോഷ്യസിനെ പോലുള്ള ആളുകൾ കൂടെ ഞങ്ങൾക്ക് SFIയോടും CPMനോടും വിയോജിപ്പുണ്ടെങ്കിലും ഇതൊരു സമരാർഹമായിട്ടുള്ള കാര്യമാണെന്ന് കരുതി വ്യക്തിപരമായി തന്നെ ഇറങ്ങേണ്ടതായിരുന്നില്ലേ? അതൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നോ ഒന്നുകൂടെ പരിഹരിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് സ്വാഭാവികമായിട്ടും SFI എവിടെ സമരം നടത്തിയ ആംഗിളും അല്ലെങ്കിൽ അവർ സമരം പ്രഖ്യാപിച്ച സമയത്തിന്റെ എല്ലാ ആ ഒരു സാഹചര്യത്തെ പറ്റി ഞാൻ ഇതിനു മുന്നേ എൻ്റെ നമ്മുടെ തമ്മിലുള്ള ഒരു കോൺവെർസേഷനിൽ നമ്മൾ സൂചിപ്പിച്ചു. അപ്പോൾ അവർ കൊളുത്തുന്ന ഒരു കൊളുത്തിൽ ഞാൻ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതിന്, അവർ ഇടുന്ന ഒരു ഹുക്കിൽ നമ്മൾ അത് വീഴേണ്ടതില്ല. കാരണം ഇതെന്താണ്, ഇത് സർക്കാരിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ നടത്തി. കാരണം നിരന്തരമായിട്ട് ഇവിടെ നവകേരള സദസ്സ് നടക്കുന്നു, നിരന്തരമായിട്ടുള്ള വിദ്യാർത്ഥികൾ വേട്ടയാടപ്പെടുന്നു, ഈ യുവാക്കൾ വേട്ടയാടപ്പെടുന്നു. ഇതിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യുമ്പോൾ അതിനെല്ലാം അടിച്ചമർത്തുന്നു. അത് ഒരു സർക്കാരിൻ്റെ PR എക്സർസൈസ് ആയിട്ട് ആരംഭിച്ച ഒരു യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ മുഴുവൻ ഒരു നെഗറ്റീവ് ആംഗിളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് മറക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സമരം കടന്നു വന്നത് എന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് ഞങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് ഒരു സമരം ഇറങ്ങാത്തത്. അപ്പോൾ പോലും ഞാൻ പറഞ്ഞു വെച്ചല്ലോ, ഇത് ഇവർ തമ്മിലുള്ള ഒരു നെക്സസ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു അന്തർധാരയെ ഞങ്ങൾ പൊളിച്ചു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ കൃത്യമായിട്ടുള്ള സമര പരിപാടികൾ ഞങ്ങൾ താഴെത്തട്ടിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിന് എന്തുകൊണ്ട് വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയില്ല എന്നത് അതൊരു സഡൻ ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സമരം അല്ലാത്തത് കൊണ്ടാണ്. ശരി, അതിനകത്ത് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കൂടെ പോയാൽ, ഇപ്പോൾ വലിയ വാർത്താ പ്രാധാന്യം കിട്ടിയ നിങ്ങളുടെ സമരം ഈ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിസഭയുടെ നവകേരള സദസ്സിന് എതിരെയുള്ള കരിങ്കൊടി പ്രകടനങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത്, പുറത്തു നിന്ന് നോക്കുന്ന ഒരു സാധാരണ ആളെന്ന നിലക്ക്, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലക്ക് ഞാൻ കാണുന്നത്, നിങ്ങൾ ഗവർണർ ഈ പറയുന്ന സംഘീവൽക്കരണ പരിപാടികൾ നടത്തുമ്പോൾ അതിനെതിരെ വലിയ സമരങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പുറത്ത് മുഖ്യമന്ത്രി നടത്തുന്ന നവകേരള സദസ്സിനെതിരെ വലിയ പ്രതിഷേധവും മറ്റുമുണ്ട്. നിങ്ങളുടെ നോട്ടത്തിൽ, KSUവിൻ്റെ നോട്ടത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു വെച്ചാൽ കൂടുതൽ ശക്തമായിട്ടുള്ള സമരം ആവശ്യമുള്ള ആ പരിപാടി
മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സാണോ? അല്ല, ഞാനത് പറഞ്ഞല്ലോ, അത് മനഃപൂർവ്വമായിട്ടൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ആ നറേറ്റീവ് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഈ നവകേരള സദസ്സ് അല്ലെങ്കിൽ അതിൻ്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ തന്നെ ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം, എനിക്ക് തുടക്ക ദിവസങ്ങളിൽ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്നില്ല. പിന്നെ കണ്ണൂർ ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കരുതൽ തടങ്കലിലേക്ക് യാതൊരു പ്രകോപനവുമില്ലാതെ ഏഷ്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വയ്ക്കുന്നു. പിന്നെ അവരെ അതിനെതിരെ കരിങ്കൊടി പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ ചെട്ടി കൊണ്ട് ഉള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറയുന്നു. പിന്നെ ആ പ്രതിഷേധ പരമ്പരകൾ ഇങ്ങനെ തുടർന്നു വരികയാണ്. അപ്പോൾ ആ പ്രതിഷേധ പരമ്പരകൾ ഇങ്ങനെ തുടർന്നു വന്ന് എറണാകുളം ജില്ല കഴിഞ്ഞ് കോട്ടയം കഴിഞ്ഞ് ഇത് കൊല്ലത്തേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള SFIയുടെ ഒരു ഗവർണർക്കെതിരെയുള്ള ഒരു സമരം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എക്സർസൈസ് ആണ്. അത്രത്തോളം കറക്റ്റാണ്. കാരണം നിങ്ങൾ അതിനെ നവകേരള സദസ്സിനെ ആദ്യം കണ്ട് അതിനെതിരെ നിങ്ങളൊരു ചില കാരണങ്ങൾ വെച്ച് പ്രതിഷേധിക്കുന്നു. ഇപ്പോഴാണ് ഈ ഗവർണറുമായുള്ള പ്രശ്നം വലുതായി വരുന്നത് ഇപ്പോഴാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങളിത് കാണിച്ചില്ലെങ്കിൽ സാധാരണമായ ആളുകൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ, നിങ്ങൾ ഈ സമരം നിങ്ങളുടെ ശക്തമാക്കിയിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ മുഖ്യമന്ത്രി, ഗവർണർ ഇവർ രണ്ടുപേരുണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ നിങ്ങൾ കരുതുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അല്ലെങ്കിൽ സർക്കാരിനെതിരെയാണ് അതിശക്തമായിട്ടുള്ള സമരം വേണ്ടത്, മറ്റത് വിട്ടുകളയാവുന്നതാണ് എന്ന തോന്നലുണ്ടെന്നേ മനസ്സിലാവും. അല്ല, ഒരിക്കലും അത്തരത്തിലൊരു നറേറ്റീവിനോ അത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനത്തിനോ യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഗവർണർ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ സമരം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ സമരത്തെ ഏത് ആംഗിളിലേക്ക് കൊണ്ടുപോകണമെന്നതിനെ പറ്റി ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. വരും ദിവസങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഈ സമരങ്ങൾ ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്നതല്ല. നമ്മൾ ഇതിൻ്റെ തുടക്കഘട്ടം എന്ന നിലയിൽ നമ്മൾ ക്യാമ്പസ് സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ പ്രചരണ പരിപാടികൾ കഴിഞ്ഞ ആഴ്ച വളരെ മികച്ച രീതിയിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ നമ്മൾ നടത്തി. നമ്മൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ വിദ്യാർത്ഥി വിചാരണ സദസ്സുകൾ നമ്മൾ നടത്തി. വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എന്താണ് ഇതിൻ്റെ അണിയറയിൽ നടക്കുന്ന സംഭവങ്ങൾ, എന്താണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള അന്തർധാര, അല്ലെങ്കിൽ എന്താണ് ഈ സമരങ്ങളുടെ ഒരു പശ്ചാത്തലം എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അതിനുശേഷം യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് ഞങ്ങൾ പരിപാടികളായിട്ട് കടന്നു വരുന്നു. അത് വരുന്ന ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവർ തമ്മിലുള്ള ഈ പൊറാട്ട് നാടകങ്ങളുടെ ഫലമായിട്ട് ഇവിടെ തകർക്കപ്പെടുന്നത് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു നിലവാരം തന്നെയാണ്. അതിൽ സംഘീവൽക്കരണം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വലിയൊരു നിലവാര തകർച്ച എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ആരും ബോധവാന്മാരാകുന്നില്ല. എനിക്ക് തോന്നുന്നു അലോഷ്യസ് ഈ ഗവർണറെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഗവർണർ നടന്ന സംഘീവൽക്കരണം എന്നതിനെ മാത്രമായിട്ട് പറയാതെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള നെക്സസ് എന്നതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് ഉന്നയിക്കാൻ നോക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഗവർണറെയും അദ്ദേഹം നടത്തുന്ന ഒട്ടും ശരിയല്ലാത്ത ഈ കേരളത്തിൻ്റെ കൾച്ചറിനോടൊന്നും അല്ലെങ്കിൽ പാരമ്പര്യത്തോടും ചേർന്ന് നിൽക്കാത്ത ഈ തരം ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ അജണ്ടയെ ഒന്ന് തണുപ്പിച്ച് കാണിക്കാനുള്ള ശ്രമമല്ല. അല്ല, നിങ്ങളിത് രണ്ടും ശരിയാണ്. SFIക്കാരും തെറ്റാണ്, ഗവർണറും തെറ്റാണ്, CPM തെറ്റാണ്, ഗവർണറും തെറ്റാണ് എന്ന് പറയുമ്പോൾ ഗവർണർ അതിനിടയിലൂടെ രക്ഷപ്പെട്ടു പോലെ ചെയ്യുക. അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് അതിശക്തമായുള്ള സമരം നിങ്ങളും കൂടെ നടത്തുന്നല്ലേ കേരളത്തിലെ ജനം ആഗ്രഹിക്കും. അല്ല, ഞാൻ അതിൽ പറഞ്ഞു വെച്ചല്ലോ, ഇത് രണ്ടും തുലനം ചെയ്യുമ്പോൾ, മാർക്സിസ്റ്റ് വൽക്കരണം ആയിക്കോട്ടെ കാവ്യവൽക്കരണമായിട്ട്, ഇത് രണ്ടും തുലനം ചെയ്യുമ്പോൾ ഒരു പടിയിൽ 2 പടി മുകളിൽ തന്നെയാണ് ഈ കാവ്യവൽക്കരണം എന്നിട്ടുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പറയുമ്പോഴും ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളെ പറ്റി എന്താണ് ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ അജണ്ടകൾ എന്താണ് എന്ന് ഞങ്ങൾക്ക് പൊതുജനങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ അടുത്ത് ഞങ്ങൾക്ക് തുറന്നു കാണിക്കേണ്ടതുണ്ട്. അത് വൈകാരികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഒരു സമരം കൊണ്ട് അവസാനിപ്പിക്കാൻ SFI കഴിഞ്ഞ ദിവസം ഗവർണർക്ക് മുന്നിലേക്ക് കരിങ്കൊടിയുമായിട്ട് കടന്നു വരുന്നു. അതിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിലൊരു നാടകീയതയുടെ എലമെന്റ് ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും നിങ്ങൾ ആ ഒരു ആംഗിളിലേക്ക് ഒന്ന് ചർച്ചകളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല. കാരണം കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, അതായത് നമ്മൾ കാണുമ്പോൾ എന്താണ് കാണുന്നത്, അതിശക്തമായിട്ടുള്ള സമരമാണ് SFI നടത്തുന്നത്. ആ കുട്ടികൾ അവരവരുടെ തടി മറന്നുകൊണ്ട് സമരത്തിലാണ്, സമയമൊന്നും കാര്യം നോക്കാതെ. നിങ്ങൾ പക്ഷേ ആ പരിസരത്തേ ഇല്ല. യുദ്ധം ചെയ്യുന്ന അദ്ദേഹം ആരിഫ് മുഹമ്മദ് ഖാൻ SFIക്കാരെ ക്രിമിനൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ക്രിമിനൽസ് എന്ന് അദ്ദേഹം വിളിക്കുമ്പോൾ അവർ തമ്മിൽ വളരെ സ്നേഹത്തിലാണെന്നാണ് നാട്ടുകാരെ വിശ്വസിക്കുക. ഒരിക്കലുമല്ല. ഞാൻ അതിൽ പറഞ്ഞു, അവർ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോഴും നിങ്ങളതിൽ ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ, ഞാൻ എൻ്റെ വാദഗതികൾ കൂടി ഞാനൊന്ന് പൂർത്തീകരിച്ചു. അങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോഴും ഈ ഗവർണറെക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന ആ രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടു. അതായത് അതിസുരക്ഷാ പ്രാധാന്യത്തിലൂടെ പുള്ളി പോകുന്ന ഒരു സ്ഥലത്തിലേക്ക് ഇവർ ഇരച്ച് കയറി ചെല്ലുന്നു, കാര്യങ്ങൾ ഇത് ചെയ്യുന്നു. അപ്പോൾ പോലും പോലീസിനെ ഞാനത് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. അപ്പോൾ ഈ സമരത്തോടുള്ള പോലീസിൻ്റെ ഒരു സമീപനം ഇപ്പം കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ആർഷോയുടെ സമരം നടന്നു. അതായത് നമ്മൾ ഒരു സമരം നടത്തുമ്പോൾ കേശുകാരെ നേരിടുന്നതും അല്ലെങ്കിൽ SFIക്കാരനെ വളരെ പുന്നാരിച്ചുകൊണ്ട് ലാളിച്ചുകൊണ്ട് ആർഷോ ബാ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ ഉൾപ്പെടെ വളരെ ലാളിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് കൊണ്ടുവന്നു. അതിനെയാണ് നിങ്ങൾ വളരെ അതിഭീകരമായിട്ടുള്ള ഒരു സമരമെന്നും പോലീസ് ഇവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെന്ന് കരുതുക. KSUകാരുടെ സമരം നടക്കുന്നു,
പോലീസുകാർ നിങ്ങളെ തല്ലാനൊന്നും വല്ലാതെ നിൽക്കില്ല. അല്ല ഒരിക്കലും അതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതെല്ലാം അറിയുന്ന ആളുകളാണ് നമ്മളെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും ഞാൻ പറയുന്ന അതും നിങ്ങൾ ഗവർണർക്കെതിരെ KSU വേണ്ട രീതിയിൽ സമരം നടന്നില്ല എന്ന ആക്ഷേപം തമ്മിൽ എന്ത് അടിസ്ഥാനം? ഞാൻ പറഞ്ഞല്ലോ ഇത് SFI നിങ്ങൾ എന്നോട് കാണിച്ചു തരിക. അലോഷ്യസ് സേവരും KSUവും എന്നോട് ഞങ്ങളിത് ഇത്ര ശക്തമായിട്ടുള്ള സമരം നടത്തിയിരിക്കുന്നു, ഇവർ തമ്മിൽ വലിയ ഐക്യമാണുള്ളത് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് അർത്ഥമുണ്ട്. കാരണം നിങ്ങൾ സമരം നടത്തിയതിന് ശേഷമാണ് ഇത് പറയുന്നത്. പക്ഷേ നിങ്ങൾ സമരം നടത്തിയിട്ടേ അല്ല, നിങ്ങൾ പിൻവാങ്ങി എന്നിട്ട് ഇവർ തമ്മിൽ സൗഹൃദമാണ്, വലിയ സമരം നടന്ന ആളുകൾ തമ്മിൽ സമരമാണ്, സൗഹൃദമാണ് എങ്ങനെ വിശ്വസിക്കും? അല്ല, ഞാനിതിൽ പറഞ്ഞു വെച്ചല്ലോ, SFI നടത്തിയ ഈ പർട്ടിക്കുലർ ഒരു സമരത്തിന്റെ പോയിന്റിൽ വെച്ചിട്ട് SFIയും ഗവർണറും വലിയ യുദ്ധത്തിലാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ വലിയ സമരത്തിലാണ് എന്ന് പറയുന്നതിന് അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ ഈ കുറേ ഇൻസിഡന്റുകൾ ഞാൻ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു. പക്ഷെ അതിലേക്ക് ഒന്നും സ്റ്റിക്ക് ഓൺ ഇത് ചെയ്യാതെ ഈ പർട്ടിക്കുലർ ഈ ഒരു 2-3 ദിവസം നടന്ന ഈ സമരത്തിലേക്ക് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിൽ വ്യക്തമായിട്ടുള്ള അജണ്ടയുണ്ട് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഞാൻ പറഞ്ഞത് 2-3 ദിവസത്തെ ഈ സമരം കൊണ്ട് മാത്രം SFI 3 ദിവസമായിട്ട് കേരളത്തിന്റെ തെരുവിൽ വലിയ സമരത്തിലാണ്, അല്ലെങ്കിൽ ഗവർണർക്കെതിരെ വലിയ സമരത്തിലാണ്, നിങ്ങൾ മൗനത്തിലാണ് എന്ന് പറയുമ്പോഴും ഞങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ സമരത്തെ ഞങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ആംഗിൾ, ഇതിൽ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സർക്കാരിൻ്റെയും ഗവർണറിൻ്റെയും അന്തർധാര ഞങ്ങൾക്ക് തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട്. കാരണം ഇല്ലാതെ സർക്കാർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയിലേക്ക് മാത്രം ഞങ്ങൾ ഊന്നിക്കൊണ്ട് അത് മാത്രമാണ് സമരം എന്നതിനെ ഉള്ളൊരു യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വ്യാഖ്യാനം. നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോയാലോ. ഇപ്പം നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിഷേധത്തിലാണ് സത്യം പറഞ്ഞാൽ ഈ KSU കുറച്ചുകൂടെ ശക്തമായിട്ട് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു വന്നത്. നവകേരള സദസ്സ് സർക്കാരിൻ്റെ ഒരു പരിപാടിയാണ്. അവർ തീരുമാനിച്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാവരും ചേർന്ന് നടന്നൊരു പരിപാടി. എന്തുകൊണ്ടാണ് KSU പ്രതിഷേധിക്കണമെന്ന് വിചാരിച്ചത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ നവകേരള സദസ്സ് അല്ലെങ്കിൽ നടത്തപ്പെടുന്ന ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണം. ഇത് കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി വലിയ മോശത്തിൽ പോകുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ അതേപോലെ എന്ത് ചെയ്യും, നിരവധിയായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ സർക്കാർ നിൽക്കുന്ന ഒരു സമയത്താണ് സർക്കാരിൻ്റെ ഒരു PR എക്സർസൈസ് എന്ന രീതിയിൽ മാത്രം പോകുന്ന ഒരു യാത്രയായിട്ടാണ് നവകേരള സദസ്സിനെ നമ്മൾ നോക്കിക്കാണുന്നത്. അതായത് ഒരു നവകേരള സദസ്സ് എന്നൊരു ആഡംബര യാത്ര തന്നെയാണ്. സ്വാഭാവികമായിട്ടും വലിയ തുകയുള്ള ഒരു ബസ്സിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും എല്ലാം ഇതിൽ പോകുന്നു. മറ്റ് ചിലവ് ചുരുക്കാനെന്ന് പറയുന്നു. അപ്പോൾ പോലും ഈ വലിയ വാഹന അകമ്പടിയോട് കൂടിയിട്ട് കോടികൾ ചിലവഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോകുമ്പോൾ വലിയ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ വിദ്യാർത്ഥികളായിട്ട് ബന്ധപ്പെടുന്ന തന്നെ എത്രയോ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ എത്രയോ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നില്ല, ഗ്രാൻസ് ഉൾപ്പെടെയുള്ള ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഫെലോഷിപ്പുകൾ ലഭിക്കുന്നില്ല. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പുതിയ തസ്തികകളിലൊന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഈ സർക്കാർ പോകുമ്പോഴും അവരുടെ ആർഭാടത്തിന്, അവരുടെ ആഡംബരത്തിന് യാതൊരു കുറവുമില്ല. അല്ല, ഇതിനകത്ത് ഇത് പൊതുവായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അതിനകത്ത് നിങ്ങൾ വിദ്യാർത്ഥികളെ നേരത്തെ ഗവർണറുടെ കാര്യത്തിൽ എന്ന പോലെ പ്രൊട്ടസ്റ്റ് സദസ്സും മറ്റുമൊക്കെ നടത്തിയിട്ട് ക്യാമ്പസുകളിൽ ആളുകളെ ഉദ്ബോധിപ്പിച്ചാൽ പോരെ, എന്തിനാണ് നിങ്ങൾ ബസ്സിനുള്ളിലേക്ക് ചാടുന്നത്? അല്ല, ഒരിക്കലുമല്ല. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് സമരവുമായിട്ട് നമ്മൾ ക്യാമ്പസ് സ്ഥലങ്ങളിൽ നമ്മുടെ ഒരു സമരത്തിന് ഒരു ആംഗിൾ ഉണ്ട്. അത് ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, അത് വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മൾ അതിൻ്റെ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ സമരം നടത്തുന്നു എന്നതിനെപ്പറ്റി ഒരു ബോധവാന്മാരാക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ജില്ലാ തലങ്ങളിലേക്ക് സമരവുമായിട്ട് വരുന്നു, സംസ്ഥാന തലത്തിലേക്ക് സമരവുമായിട്ട് വരുന്നു. ഇങ്ങനെ തന്നെയാണ് ഇതിൽ നിരന്തരമായിട്ട് ഈ വിഷയങ്ങൾ, നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി വിഷയങ്ങൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നമ്മൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ തെരുവിൽ സമരത്തിലായിരുന്നു. സംശയം തീരാത്തത് അലോഷ്യസ് സേവർ ഇവിടെ സർവകലാശാലകളുടെ സെനറ്റിലേക്ക് BJP-ക്കാരെ കയറ്റുന്നു എന്ന രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന്റെ നിലപാട്, KSUവിന്റെ നിലപാടെടുക്കാവുന്ന, വളരെ സ്ട്രെയിറ്റ് ആയിട്ട് സിംഗിൾ ഔട്ട് ചെയ്ത് ചെയ്യാവുന്ന ഒരു എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കുക. അവിടെ നിങ്ങൾ പ്രൊട്ടസ്റ്റ് സദസ്സുകളും മറ്റും നടത്തുക. കരിങ്കൊടി പ്രകടനമോ ക്യാമ്പസുകളിലെ മറ്റ് പരിപാടികളോ ഗവർണർ നേർക്കുനേർ കണ്ടുള്ള പരിപാടികളോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ വിശാലമായിട്ട് എങ്ങനെ വേണമെങ്കിലും പറയാവുന്ന ഒരു സർക്കാരിൻ്റെ PR പരിപാടി നിങ്ങൾ തന്നെ വിളിക്കുന്ന പരിപാടിക്ക് നേരെ വലിയ കരിങ്കൊടി പ്രതിഷേധം, അതും അതിന് മുന്നിലേക്ക് ചാടിയിട്ട് അതെന്തിനാണ് നടന്നത്? അപ്പോൾ ഈ ഒരു അനുപാതം വലിയ തോതിൽ, അതായത് BJP-യോടുള്ളതിനേക്കാൾ കൂടുതൽ ഒരിക്കലുമില്ല. രണ്ടിനും കൂട്ടിക്കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തേണ്ടതില്ല എന്ന് ഞാൻ എൻ്റെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മൾ അത് തന്നെയും ഞാൻ അതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ ഞാൻ അതിലേക്ക് സംസാരിച്ചു. എന്തുകൊണ്ട് നമ്മൾ ഗവർണർക്കെതിരായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള സമരപരിപാടികൾ നമ്മൾ തുടക്കം കുറിച്ച് നമ്മളത് ഒരു തുടർച്ചയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ആദ്യമേ തന്നെ അത് കരിങ്കൊടി പ്രതിഷേധം എന്നൊരു തരത്തിലേക്കല്ല. ഇപ്പൊ ഇല്ലില്ല, അത് നിങ്ങളുടെ വ്യാഖ്യാനം തെറ്റാണ്. നവകേരള സദസ്സ് കാസർഗോഡ് ജില്ലയിൽ ആരംഭം കുറിക്കുമ്പോൾ ഒരിടത്തും കരിങ്കൊടികൾ കാണിക്കുന്നില്ല. എപ്പോഴാണ് കരിങ്കൊടിയുടെ
മുഖ്യമന്ത്രിയുടെ ഒരു പശ്ചാത്തലം വരുന്നത് അത് കണ്ണൂർ ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ ഇതിലെ കരുതൽ തടങ്കൽ എന്ന് പറയുന്നത് കരിങ്കൊടി കാണിക്കാൻ അല്ലെങ്കിൽ പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ അവർ കരുതൽ തടങ്കലിലേക്ക് വയ്ക്കുന്നു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കരിങ്കൊടി സമരം ശരിക്കും പറഞ്ഞാൽ ആരംഭം കുറിക്കുന്നത്. അതിൽ കരിങ്കൊടി വളരെ സമാധാനപരമായി ജനാധിപത്യപരമായ രീതിയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്നു, ഹെൽമറ്റ് കൊണ്ട് തലക്കടിക്കുന്നു. എന്നിട്ട് അതിന് ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ അതിനെ പറ്റിയുള്ള വിശദീകരണം വരുന്നു. ഞങ്ങൾ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്, അവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവരെ തട്ടിമാറ്റിയതാണ്. വളരെ ഗൗരവകരമായിട്ട് ആ സമരം ചെയ്ത, ജനാധിപത്യമായി സമരം ചെയ്ത അവരെ തലയൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വളരെ ലാഘവത്തോടുകൂടി ചെയ്യുമ്പോൾ അതിന്റെ തുടർച്ചയെന്നോണമാണ് ഓരോ ജില്ലകളിലേക്കും കടന്നു വരുമ്പോൾ കരിങ്കൊടി പ്രതിഷേധങ്ങളും ഒക്കെ ആയിട്ട് പോകുന്നത്. അത് ആദ്യ ദിവസം ഉണ്ടായതിന്റെ ഒരു തുടർച്ച എന്ന തരത്തിലേക്ക് ഞങ്ങൾ പോയി. നിങ്ങൾക്ക് ഈ സമരം നടത്തുന്നതിൽ അലോഷ്യസിനും KSUവിനും വേണ്ട ലോജിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട പ്ലാൻ ചെയ്തിട്ടല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഷൂ എറിയും എന്ന് പറഞ്ഞു, ഷൂ എറിഞ്ഞു, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ്. പിറ്റേ ദിവസം ഒരു തവണ എറിഞ്ഞു, പിറ്റേ ദിവസം നിങ്ങൾ അത് ജനാധിപത്യപരമല്ല, അല്ല എപ്പോഴാണ് വാർത്താ സമ്മേളനം നടത്തി ഷൂ എറിയ? നിങ്ങൾക്ക് ഗവർണറുടെ കാര്യത്തിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ കാര്യത്തിലാണെങ്കിലും സമരം നടന്നത് ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ വേണം എന്ന് KSUക്കാർക്ക് അറിയില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ, വാർത്താ സമ്മേളനം വെച്ച് എപ്പോഴാണ് ഞങ്ങൾ ഷൂ എറിയുമെന്ന് എവിടെയാണ് പ്രഖ്യാപിച്ചത്? താങ്കൾക്ക് അതിന്റെ ഒരു വാർത്താ സമ്മേളനത്തിലല്ല. ഇല്ല അത് നിങ്ങൾക്ക് ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. അത് വന്നൊരു നറേറ്റീവ് എന്ന് പറയുമ്പോൾ ഇത് ഷൂ എറിയ എന്ന് പറയുന്ന സമരം ഞങ്ങൾ ഒരിടത്തും ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ചെയ്തൊരു സാധനമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ചു, കണ്ണൂർ ജില്ലയിൽ എത്തിയപ്പോൾ കരിങ്കൊടി പ്രതിഷേധങ്ങൾ തുടരുന്നു, ഓരോ ജില്ലയിലേക്ക് കരിങ്കൊടി പ്രതിഷേധങ്ങൾ വരുന്നു. എറണാകുളം ജില്ലയിലേക്ക് എത്തുമ്പോൾ എറണാകുളം ജില്ലയിൽ ആദ്യ എൻട്രി പോയിന്റ് ആയിട്ടുള്ള അങ്കമാലിയിലേക്കും പിന്നീട് വന്ന ആലുവയിലേക്കും വളരെ ഭീകരമായിട്ടുള്ള ആക്രമണമാണ് അഴിച്ചുവിട്ടത്. 2 വണ്ടിയിൽ DYFI ഗുണ്ടകൾ, അത് ഈ ജില്ലയിൽ നിന്നുള്ള ആളുകൾ പോലുമല്ല, ഞങ്ങൾ ഇതുവരെ കാണാത്ത ആളുകൾ വന്ന് അതിഭീകരമായിട്ട് KSUവിന്റെ സഹപ്രവർത്തകരെ ആക്രമിക്കുന്നു. ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടുകൂടി അവർ ആശുപത്രിയിലേക്ക് കടക്കുന്നു. അപ്പോൾ ഉണ്ടായ വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനം, KSUവിൻ്റെ തന്നെ ഒരു സംസ്ഥാന ഭാരവാഹിയുടെ നേതൃത്വത്തിൽ ഒരു വൈകാരികമായിട്ടുണ്ടായ ഒരു പ്രതിഷേധമായിരുന്നു ഷുവർ. അപ്പോൾ ഉടനെ തന്നെ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ചാനൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നു, ഷൂ എറിയുന്നു, ആ പ്രവർത്തകനെ തള്ളി പറയുന്നുണ്ടോ, എന്താണ് അതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 2 ദിവസമായി നിരന്തരമായിട്ടുള്ള ആക്രമണം എറണാകുളം ജില്ലയിലേക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വൈകാരികതയുടെ തലയിൽ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഷൂ എറിയുന്നു. അപ്പോൾ ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ പ്രൈം കൺസേൺ എന്ന് പറയുന്നത് ആ സഹപ്രവർത്തകനെ തള്ളി പറയുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞു, ആ പ്രവർത്തകനോടൊപ്പം അല്ലെങ്കിൽ ആ KSUവിൻ്റെ ആ ഭാരവാഹിയോടൊപ്പം ഞാൻ ചേർന്ന് നിൽക്കുന്നു, ആ പ്രതിഷേധ മാർഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ അതിനുശേഷം അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു തലത്തിൽ നേതൃതലത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഇത് ജനാധിപത്യപരമായ ഒരു സമരമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഞങ്ങൾക്കത് തെറ്റുപറ്റിയെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് തിരുത്തിയത്. അല്ലാതെ ഒരു സമരത്തെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട്, ഒരു ലോജിക്കില്ലാതെ ഞങ്ങൾ തുടരുന്ന ഒരു സാധനം പിറ്റേ ദിവസം തന്നെ നമുക്ക് മാധ്യമങ്ങളെ എല്ലാം വിളിച്ചുകൊണ്ട്, തലേ ദിവസം ഒരു മാധ്യമത്തിലാണ് നമ്മൾ ഒരു ബൈറ്റ് സ്വാഭാവിക ടെലി ബൈറ്റ് കൊടുത്തതെങ്കിൽ അടുത്ത ദിവസം നമ്മൾ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു ഇതൊരു ജനാധിപത്യപരമായ ഒരു സമരമല്ല എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ പറയുമ്പോഴും അത് ചെയ്ത പ്രവർത്തകനെ തള്ളി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാ നിയമപരമായ പരിരക്ഷ. മറ്റു വിഷയങ്ങളിലേക്ക് പോയാൽ കേരളവർമ്മയിൽ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയല്ലേ ഉണ്ടായിട്ടുള്ളത്? അല്ല, കേരളവർമ്മ കോളേജിൽ ഞങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കേരളവർമ്മ കോളേജിൽ വലിയ ജനാധിപത്യ വിരുദ്ധത വർഷങ്ങളായിട്ട് SFI അടക്കി വെച്ചിരുന്ന ഒരു ക്യാമ്പസാണ് കേരളവർമ്മ കോളേജ് എന്ന് പറയുന്നത്. ഏകദേശം 42 വർഷക്കാലം SFI തങ്ങളുടെ ചെങ്കോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ക്യാമ്പസായി കേരളവർമ്മയെ കൊണ്ടുപോവുകയാണ്. അവിടെ ഞങ്ങൾക്ക് മികച്ച ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് ലഭിക്കുന്നു. മികച്ച ഒരു സംഘടനാ പ്രവർത്തനത്തിലൂടെ ശ്രീകുട്ടൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ ജനാധിപത്യപരമായി മത്സരം നടന്ന് ഞങ്ങൾ ഒരു വോട്ടിന് വിജയിക്കുന്നുണ്ട്. ഒരു വോട്ടിന് വിജയിക്കുമ്പോൾ തന്നെ അവിടെ റീകൗണ്ടിങ് ആവശ്യപ്പെടുന്നു. റീകൗണ്ടിങ് ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? റീകൗണ്ടിങ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അത് സുതാര്യമല്ലാത്ത രീതിയിലേക്ക് പോകുന്നു. വാലിഡ് വോട്ടുകളെ കോടതിയുടെ വിധി വന്നതോടെ അല്ല, ഒരിക്കലുമല്ലല്ലോ, ഒരിക്കലും. അതായത് ഞാൻ അതിൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് നിങ്ങളാണ് പറഞ്ഞത് നിങ്ങൾ ജയിച്ചു എന്ന്, അവിടെ വോട്ടെണ്ണൽ പൂർത്തിയായിരുന്നില്ല. അല്ല ഞാനത് അവിടുത്തെ കൗണ്ടിങ് പൂർത്തിയായാലാണല്ലോ ഇത് ആര് ജയിച്ചു. നിങ്ങളാണ് പറഞ്ഞത് ഞങ്ങളുടെ ആള് ജയിച്ചിരിക്കുന്നത്, വീണ്ടും കൗണ്ട് നടത്തിയിട്ട് അവർ ഒരിക്കലും. അപ്പൊ നിങ്ങൾ പറഞ്ഞിടത്ത് വരുമായിരുന്നു, പക്ഷേ കോടതി നിർദ്ദേശപ്രകാരം വോട്ടെണ്ണിയപ്പോൾ വീണ്ടും SFIക്കാർ. അല്ല, ഞാനതൊന്ന് പൂർത്തീകരിക്കട്ടെ. ഞാൻ എൻ്റെ വാദഗതികൾ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത്. ഞങ്ങളാണ് ജയിച്ചത് എന്നത് മാത്രമല്ല, അവിടെ ഇരുന്ന കൗണ്ടിങ് ഏജൻസ്, അവിടെ ഇരുന്ന ടീച്ചേഴ്സ്, അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നാമത്തെ റൗണ്ട് കൗണ്ട് ചെയ്തപ്പോൾ ഒരു വോട്ടിന് ശ്രീകുട്ടൻ വിജയിച്ചിട്ടുണ്ട്. വിജയിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതേ വോട്ട്
വോട്ടുകളല്ലേ പിന്നെ കോടതി നിർദ്ദേശപ്രകാരം എണ്ണിയതല്ലേ അലോഷ്യസ്? ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ മാധ്യമ മുറികളിൽ ഇരുന്നു കൊണ്ട് ആ കോളേജിൽ ഇന്നതാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ അങ്ങനെ പറയില്ലായിരുന്നു. പക്ഷെ കോടതി എന്താ പറഞ്ഞത്? കോടതി പറഞ്ഞത് എന്താ? കോടതി ഉത്തരവിന് ശേഷം നിങ്ങൾ എണ്ണിയപ്പോൾ ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. ഒരിക്കലും ആ കേരളവർമ്മയിൽ ഒരു വോട്ടിന് ഞങ്ങൾ വിജയിക്കുന്നു. പിന്നെ റീകൗണ്ടിങ് അവിടെ നടത്തണമെന്ന് SFIയുടെ സ്ഥാനാർത്ഥികൾ പറയുന്നു. SFIയുടെ സ്ഥാനാർത്ഥികൾ പറയുമ്പോഴത്തേക്കും അത് സ്വാഭാവികമായിട്ടും വാലിഡ് വോട്ടുകൾ ഇൻവാലിഡിനെ വാലിഡ് ആക്കാൻ ശ്രമിച്ചപ്പോഴും അതിലൊരു ക്രമക്കേട് ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ഞങ്ങൾ റീകൗണ്ടിങ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അടുത്ത ദിവസത്തേക്ക് നടത്താമെന്ന് പറഞ്ഞു. പക്ഷേ അവർ എന്ത് ചെയ്യുന്നു? അവർ റീകൗണ്ടിങ് നടത്തുന്നു. 1.5 മണിക്കൂറോളം കറണ്ടുകൾ പോകുന്നു. റീകൗണ്ടിൽ 10 വോട്ടുകൾക്ക് SFI ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കോടതിയിലേക്ക് പോകുന്നത്. ഞങ്ങൾ പോകുന്നു. ഇവിടെ റീകൗണ്ടിങ് അല്ല, റീ ഇലക്ഷൻ ആണ് വേണ്ടതെന്ന് പറയുന്നു. റീ ഇലക്ഷൻ ആണ് വേണ്ടതെന്ന് പറയുമ്പോഴും SFIയുടെ ഈ ബാലറ്റ് പേപ്പറിൽ 48 മണിക്കൂറുകളോളം SFIയുടെ കസ്റ്റഡിയിൽ, ഇടതുപക്ഷ അധ്യാപകരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ വോട്ടുകളിൽ തിരിമറികൾ നടന്നു. അവിടെ കോടതിക്ക് തെറ്റുപറ്റിയെന്നാണ് പറയുന്നത്. അല്ല, കോടതി അതിൽ പറഞ്ഞ പരാമർശങ്ങളെ നിങ്ങൾ എന്താണ് എടുത്തു കാണിക്കാതെ? കോടതി അതിൽ പറഞ്ഞു അതിൽ കൃത്യമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോടതി ക്രമക്കേടുകൾ നടന്നതിന് ശേഷം നിങ്ങൾ എന്താ പിന്നെ SFIക്കാർ ജയിച്ചോളൂ എണ്ണം വിടുകയാണോ? അല്ല, ഒരിക്കലും അല്ലല്ലോ. അപ്പോഴും കോടതി പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ റീകൗണ്ടിങ്ങിന് മാത്രമേ ഇത് പറയാനുള്ളത് മാത്രമാണ് ഞങ്ങളുടെ അധികാര പരിധിയിലുള്ളൂ. റീ ഇലക്ഷന് ഞങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് റീകൗണ്ടിങ് നടത്തുക എന്ന് മാത്രമാണ് കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടെ കോടതി പോയാൽ പോരാ? അല്ല, കോടതിയിൽ സ്വാഭാവികമായിട്ടും അതിന്റെ സാങ്കേതികത്വം ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ സ്വാഭാവികമായും അതിൽ വീണ്ടും ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു അധികാരം കോടതിയുടെ പരിധിയിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ആ റീകൗണ്ടിങ് അവിടെ നടന്നുകൊള്ളട്ടെ. അപ്പോഴും ഞങ്ങൾ അതിന് റീകൗണ്ടിങ് നടത്തുന്നതിന് മുൻപ് ഞങ്ങൾ അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അത് ഏത് ക്യാമ്പസിൽ താങ്കൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിന്ന ഒരാളാണോ എന്നതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ഏത് ക്യാമ്പസിലും വർഷങ്ങളായിട്ട് SFI അടക്കി ഭരിക്കുന്ന ക്യാമ്പസുകളിൽ ഇടതുപക്ഷ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വലിയ ഒരു നെക്സസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുന്നുണ്ട്. അലോഷ്യസ്, അവിടെ എനിക്കൊരു വിയോജിപ്പുള്ളത്, ഞാൻ മനസ്സിലാകുന്ന 850ഓളം വോട്ട് ശ്രീകുട്ടനും അനിരുദ്ധനും രണ്ടുപേർക്കും കിട്ടി. 850 വോട്ട്, 10-11 വോട്ടിന്റെ വ്യത്യാസമല്ലേ ഒടുവിലത്തെ വോട്ടെണ്ണെല്ലാം ഉണ്ടായിരുന്നു. 850 വീതം അത്രയും വോട്ട് ആ കോളേജിൽ നിന്ന്, കേരളവർമ്മ കോളേജിൽ നിന്ന് KSU സമാഹരിച്ചു. എന്ന് വെച്ചാൽ കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥി വന്നപ്പോൾ, നിങ്ങൾ അത്യാവശ്യം ജോലി ചെയ്തപ്പോൾ നിങ്ങൾക്ക് അത്രയും വോട്ട് സമാഹരിക്കാൻ പറ്റി. നിങ്ങൾ പണിയെടുത്താൽ അവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കും. 850 വോട്ട് സമാഹരിക്കാൻ പറ്റുമെന്നിരിക്കും. നിങ്ങൾ ജോലി ചെയ്യാത്തതുകൊണ്ട് അവിടെ SFIക്കാർ എല്ലാ കാലം ജയിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഇപ്പോൾ അവരുടെ ജനാധിപത്യ വിരുദ്ധ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ നിങ്ങൾക്ക് വോട്ട് സമാഹരിക്കാൻ പറ്റും. അല്ല, അതിൽ KSU, ഞാൻ പറയുന്ന അലോഷ്യസിനെ കുറിച്ചല്ല, KSU ഒരു ജോലിയും ചെയ്യാൻ തയ്യാറല്ല, സംഘടനാ പ്രവർത്തനം ചെയ്യാനേ തയ്യാറല്ല. അങ്ങനെ അവിടെ SFI നിരന്തരമായിട്ട് പല ക്യാമ്പസുകൾ ജയിക്കുന്നു. എന്നിട്ട് നിങ്ങൾ SFIയുടെ ജനാധിപത്യ വിരുദ്ധതയെ കുറ്റം പറയും. അല്ല, ഞാൻ അതിലൊരു കാര്യം പറഞ്ഞു വയ്ക്കാനായിരുന്നു. ഒരു സ്വയം ആത്മവിമർശനം എന്ന രീതിയിൽ ഇടയ്ക്ക് ഞങ്ങൾക്ക് സംഘടനാപരമായ വലിയ അപജയം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം അത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും പറഞ്ഞു വയ്ക്കുന്നത് പല ക്യാമ്പസുകളെയും അത് നമ്മൾ തുറന്ന രീതിയിലേക്ക് നമ്മളെ ക്യാമ്പസുകളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ക്യാമ്പസുകളെയും SFI തങ്ങളുടെ കോട്ടകളെ അക്രമത്തിലൂടെ, അരാജകത്തിലൂടെ ആ ക്യാമ്പസുകളെ പിടിച്ചു വയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. അതിന് ഏതെല്ലാം ഘട്ടങ്ങളിൽ ഞങ്ങൾ പ്രതിരോധിക്കാൻ, അത് കായികപരമായ രീതിയിലേക്കാണെങ്കിൽ അത്തരത്തിൽ പ്രതിരോധിക്കാൻ പര്യാപ്തമാവുന്ന രീതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നല്ല രീതിയിലേക്ക് ജനാധിപത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അത് സമീപകാലത്തെ മിക്ക കോളേജുകളിലെ സാഹചര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇത്രയെല്ലാം പറയുന്നല്ലോ, വർഷങ്ങളായിട്ട് ഇത്തവണ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ നടന്നു. KSU പിടിച്ചെടുത്ത കോളേജുകൾ എന്ന് പറയുന്ന SFI വർഷങ്ങളായിട്ട് അടക്കി വെച്ചിരിക്കുന്ന ക്യാമ്പസുകളാണ് ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നത്. 10, 15, 20 വർഷവുമായിട്ട് കിടന്ന് അവിടെ സംഘടനാപരമായിട്ടുള്ള ചില വീഴ്ചകൾ ഉണ്ടാകുമ്പോഴും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചോദ്യം അതാണ്. അതായത് KSUക്കാരും കോൺഗ്രസ്സുകാരും എപ്പോഴും പറയുന്ന ഈ ക്യാമ്പസുകളിലാകെ ജനാധിപത്യ വിരുദ്ധതയാണ് SFI നടപ്പാക്കുന്നത് എന്ന വാദം പൊളിയുകയല്ലേ? നിങ്ങൾ ആക്റ്റീവായ ആ കൊല്ലം തന്നെ കുറച്ച് സീറ്റ് കിട്ടുന്നു. അല്ല, കേരളത്തിലെ ക്യാമ്പസുകളാകെ ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെയാ പറയാം? അല്ല, ആകെ ക്യാമ്പസുകളെല്ലാം ജനാധിപത്യ വിരുദ്ധമാണെന്നുള്ളൊരു അഭിപ്രായം നമ്മൾക്കില്ല. എന്നാൽ ബഹുഭൂരിപക്ഷം ജയിക്കുന്ന ക്യാമ്പസുകളിൽ മാത്രം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ കലാലയങ്ങളിൽ വലിയ വലിയ ഭീകര പ്രവർത്തനങ്ങളാണ് SFI നടത്തുന്നത്. അത് നമ്മളിവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള എറണാകുളം മഹാരാജാസ് കോളേജ് നിരന്തരം വാർത്തകളിൽ നിറഞ്ഞ ഒരു ക്യാമ്പസാണ്. അവിടെ ഇടിമുറികളുണ്ട് എന്നും SFI തങ്ങളുടെ അക്രമ രാഷ്ട്രീയം നിരന്തരം അഴിച്ചുവിടുന്ന ഒരു ക്യാമ്പസാണെന്നും ഹോസ്റ്റലുകളിൽ പോലും ഇതര വിദ്യാർത്ഥി സംഘടനകളിലെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അവരെ അടിച്ചുകുടിക്കുന്ന, അവരെ കായികപരമായി കൈകാര്യം ചെയ്യുന്ന ഒരു ക്യാമ്പസുകൾ ഉണ്ട് എന്നും അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ തങ്ങൾ ഒരു സംഘമായി ചേർന്ന് 10, 100, 150 വിദ്യാർത്ഥികൾ ചേർന്ന് വളരെ മൈന്യൂട്ടായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് വിദ്യാർത്ഥികളാണ് ഈ പറയുന്ന ക്യാമ്പസുകളിലുള്ളെങ്കിലും അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യമുള്ള വിദ്യാർത്ഥികളാണ്, ജനാധിപത്യവാദികളായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. നിങ്ങളൊരു പുതിയ സംഘടനാ നേതൃത്വം വന്നിട്ടുണ്ട്, KSU കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള പരിപാടികളാണ് നിങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത്? ഈ പറയുന്ന BJP-ക്കെതിരായിട്ടും ഗവർണറൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന BJP-ക്കെതിരായിട്ടും അതിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടും ഒപ്പം ഈ സർക്കാരിൻ്റെ CPM-നും SFIക്കും എതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടികളായിട്ട് മുന്നോട്ട് പോകണമല്ലോ. രണ്ട് മുഖങ്ങളുള്ള സമരങ്ങൾ നിങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. എങ്ങനെ മുന്നോട്ട് പോകാൻ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്നില്ല, ആത്യന്തികമായിട്ടൊരു KSU എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ് നമ്മൾ പ്രൈം ഫോക്കസ് കൊടുക്കുന്നത്. അതിൽ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം വലിയ തകർച്ചയിലേക്ക് പോകുന്നുണ്ട്. അതിൽ പല കാരണങ്ങളുണ്ട്. അത് സർക്കാർ ഒരു ഫാക്ടറാണ്, അതേപോലെ തന്നെ ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിഷയങ്ങൾ, ഇടപെടലുകൾ എല്ലാം ഇതിലേക്ക് നിൽക്കുന്നു. അപ്പോൾ നമ്മളുടെ ഒരു ശ്രദ്ധ കൂടുതലായിട്ട് ഇവിടെ വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോകുന്നു എന്നതിനപ്പുറം അവിടെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറഞ്ഞു വരികയാണ്. ഇവിടുത്തെ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പലായനം ചെയ്യുകയാണ്, മൈഗ്രേഷൻ നടത്തുകയാണ്, നമുക്കിവിടെ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുകയാണ്, നമ്മുടെ വലിയ ഒരു എക്കണോമിക് റിസോഴ്സസ് വിദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൊന്നും സർക്കാർ ഗൗരവകരമായിട്ട് ഇടപെടുന്നില്ല. വലിയ വിവാദങ്ങളിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് മാത്രം ശ്രദ്ധകൾ പോയിക്കൊണ്ട് വിദ്യാർത്ഥികൾ, അതായത് ഈ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാരെന്നും അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെ സമ്പത്തെന്നും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ് ഈ നാളെ ഈ നാടിൻ്റെ നിലനിൽപ്പിന് ആധാരം എന്ന തരത്തിലേക്ക് ചിന്തിക്കാതെ ഈ സർക്കാർ അതിൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ, അപ്പോൾ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടലുകൾ KSUവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പരിപാടികൾ, അത് ചർച്ചകൾ, സംവാദങ്ങൾ, എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് മുൻപിലേക്ക് വയ്ക്കുക, അങ്ങനെ വലിയ ഒരു പരിപാടികളുമായിട്ട് KSU മുന്നോട്ട് പോകാൻ ഗവർണർക്കെതിരായിട്ട് സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഗവർണർക്കെതിരെ ഗവർണർ ഇവിടെ നടത്തുന്ന, ഗവർണറുടെ മാത്രമല്ല ഇവിടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന കാവ്യവൽക്കരണത്തിനെതിരെ കൃത്യമായിട്ട് നിലപാടുകൾ കഴിഞ്ഞ നാളുകളിലും ഞങ്ങൾ പറഞ്ഞു, ഇനി വരുന്ന നാളുകളിലും ഞങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോവുകയാണ്. NCERT വിഷയത്തിൽ ഉൾപ്പെടെയുള്ള ഞാൻ ആദ്യം സൂചിപ്പിച്ചു 7 ദിവസത്തോളം നമ്മൾ റിമാൻഡിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞു തന്നെയാണ് പോകുന്നത്. ശരി, വളരെയധികം നന്ദി അലോഷ്യസ്. താങ്ക് യു.